സംസ്ഥാനത്ത് തന്നെ ഏറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഷൊർണൂർ. സ്വാമി വിവേകാനന്ദൻ സന്ദർശനം നടത്തിയ സ്ഥലം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂരിലാണ്. വെള്ളിനേഴി എന്ന കലാഗ്രാമവും ഇവിടെയുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും ഏറെ പ്രാധാന്യമുള്ളതാണ് ഷൊർണൂർ എന്ന മണ്ഡലം. ഷൊർണൂരിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് കിഫ്ബി പദ്ധതികളിലൂടെ പരിഹാരം കാണുകയാണ്. അതിന്റെ പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് ഷൊർണൂർ മണ്ഡലത്തിൽ. ഷൊർണൂർ, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റികൾക്ക് പുറമെ വാണിയംകുളം, അനങ്ങനടി, തൃക്കടീരി, വെള്ളിനേഴി, നെല്ലായ, ചളവറ തുടങ്ങിയ പഞ്ചായത്തുകളും കൂടി ഉൾപ്പെട്ട മണ്ഡലമാണ് ഷൊർണൂർ. അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറെയുള്ള ഷൊർണൂരിന്റെ വികസനാവശ്യങ്ങൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ. ഭാരതപ്പുഴയിൽ തടയണ നിർമ്മിച്ച് നടപ്പിലാക്കുന്ന ഷൊർണൂർ കുടിവെള്ള പദ്ധതിയാണ്. കാലാടിസ്ഥാനത്തിലാണ് ആ വർക്ക് നടത്തിയത്. കാരണം എന്താ വെച്ചാൽ കൃത്യമായി മോണിറ്ററിംഗ് നടന്നു, കൃത്യമായ റിവ്യൂ മീറ്റിംഗ് നടന്നു. അതുകൊണ്ട് തന്നെ സമയപരിധിക്ക് മുമ്പ് ചെക്ക് ഡാമിൻ്റെ പണി പൂർത്തീകരിച്ചു. അത് 18 കോടിയോളം രൂപയാണ്. മറ്റൊന്ന്, അത് വെള്ളം കിട്ടിയാൽ പോരല്ലോ, അത് ശുദ്ധീകരിച്ച വെള്ളമാകണം. അപ്പോൾ ശുദ്ധീകരിച്ച വെള്ളമാകാൻ കഴിയത്തക്ക രൂപത്തിൽ 20 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ജലശുദ്ധീകരണശാല കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രവർത്തനവും സമയപരിധിക്ക് മുമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇത് ഈ ഷൊർണൂരിലെയും വാണിയംകുളത്തെയും അനേകായിരം വരുന്ന, ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കമ്മീഷൻ ചെയ്തത്. 2 ഘട്ടങ്ങളിലായാണ് ഷൊർണൂർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. 35 കോടി രൂപ ചെലവിൽ ഭാരതപ്പുഴയിൽ തടയണ കെട്ടി ജലശുദ്ധീകരണശാല നിർമ്മിക്കുന്നതായിരുന്നു ആദ്യഘട്ടം. 19 കോടി 76 ലക്ഷം രൂപ ചെലവിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതാണ് രണ്ടാം ഘട്ടം. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ജലശുദ്ധീകരണശാലയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും വാണിയംകുളം പഞ്ചായത്തിലും കുടിവെള്ളക്ഷാമത്തിന് ഇതിലൂടെ പരിഹാരമാകും. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. വലിയ കുടിവെള്ള പ്രശ്നമായിരുന്നു ഷൊർണൂരിൻ്റെ എല്ലാ പ്രദേശത്തും. കൊളപ്പുള്ളി, കവളപ്പാറ, മുണ്ടായ തുടങ്ങിയിട്ടുള്ള നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവിച്ചിരുന്നത്. എന്നാൽ അതിൽ പരിഹാരം കണ്ടെത്താൻ ഈ പദ്ധതിക്ക് ആയിട്ടുണ്ട്. ഇന്ന് ഷൊർണൂരിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു അഭിമാനകരമായ നേട്ടം ഇതുവഴി കൈവരിക്കാൻ നഗരസഭയ്ക്കും MLAക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും ആയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്കിപ്പോൾ ഈ പൈപ്പ് കണക്ഷൻ വന്നതിന്റെ ശേഷം 1.5 അടിയെങ്കിലും വരും. തടയണയും വന്നതിന്റെ ശേഷം, മറ്റത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട്. 1.5 അടി നല്ല ഫോഴ്സിലും വെള്ളം കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾക്ക് ദൈവം സഹിച്ചിട്ടില്ല. നമ്മളിത്ര അടുത്ത് ഭാരതപ്പുഴ ഉണ്ടെങ്കിലും കൂടെ നമുക്ക് വളരെയധികം ക്ഷാമം നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഈ തടയണ MLA ഫണ്ടിൻ്റെ സഹായത്തോടുകൂടി, ഈ തടയണ വന്നതോടുകൂടി നമ്മുടെ ജലക്ഷാമം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡിൽ 2 പ്രദേശത്ത് 2 കുടിവെള്ള പദ്ധതികളാണുള്ളത്. അതിൽ നിന്നുള്ളൊരു വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടി നിർത്തിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഈ തടയണയിൽ വെള്ളമുള്ള കാരണം ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ആക്കാനുള്ളൊരു പരിപാടിയാണ്. രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നതോടെ വാണിയംകുളം പഞ്ചായത്തിലും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. 13 മീറ്റർ വീതി വേണം, വെട്ട് വേണം. ആ വെട്ടില്ലാത്തതിൻ്റെ ഭാഗമായി അത് സ്ഥലം കിട്ടുന്നവർ വേണ്ടി കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. ആ കാലതാമസം പരിഹരിച്ച് ഇപ്പോൾ അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. വർക്ക് എഗ്രിമെൻ്റ് വെച്ച് ഈ ആഴ്ച, 2 ആഴ്ചക്കകത്ത് ആ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, ചെർപ്പുളശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള റോഡാണ്. ആ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. ആ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാണിയംകുളം കോതകുറിശി റോഡ് ഏറ്റവും മോശപ്പെട്ട റോഡാണ്. ആ റോഡ് കരാറുകാരൻ ഏറ്റെടുത്തു. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി ഉൾപ്പെടെയുള്ള ഈ റോഡുകളെല്ലാം, അതേപോലെ തന്നെ മണ്ഡലത്തിൽ അടക്കാപുത്തൂർ കല്ലുവഴി, ശ്രീകൃഷ്ണപുരം, മുറിയങ്കണ്ണി, ചെത്തല്ലൂർ റോഡ്, ഇത്തരം പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട ഈ
ഈ റോഡുകൾ ഇതെല്ലാം കിഫ്ബി റോഡുകളാണ്. ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളെല്ലാം ജനുവരി മാസത്തിന് മുമ്പായി ഇതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിൽ വാണിയംകുളം കോതക്കുറിശി റോഡിന്റെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. കിഫ്ബി ഫണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എല്ലാ പഞ്ചായത്തുകൾക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫണ്ടാണ് കിഫ്ബി ഫണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെന്റ് ഇത്രയും നല്ല രീതിയിൽ ഒരു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വികസനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യമായിട്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ള റോഡാണ് നമ്മുടെ കോതകുറിശി വാണിയംകുളം റോഡ്. അതിൻ്റെ പണി പുരോഗതിയിൽ ആണ്. നമുക്കറിയാം 2 പ്രളയം വന്നു, ഇപ്പോൾ കോവിഡ് വന്നു. ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി മേഖലകളിലേക്ക് എളുപ്പവഴിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷൊർണൂർ കുളപ്പുള്ളി വാണിയംകുളം ഭാഗത്തുള്ള ആളുകൾക്ക് അനങ്ങനടി പഞ്ചായത്തുമായും ചെറുപ്പളശ്ശേരി ഭാഗമായിട്ടും ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ടിൽ പോകാൻ കഴിയാവുന്ന ഏറ്റവും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു റോഡാണ് ഈ പുതുവർഷത്തിൽ 2021 ജനുവരിയിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി പോകുന്നത്. മറ്റ് റോഡുകളുടെ നിർമ്മാണവും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോടെ ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. പദ്ധതിയുടെ ഭാഗമായി ചെർപ്പളശ്ശേരി നഗര നവീകരണവും ബൈപ്പാസ് നിർമ്മാണവും നടപ്പിലാക്കും. ഇതിനായി 43 കോടിയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കുടിവെള്ള പദ്ധതിക്കും സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനും പുറമെ നിരവധി റോഡുകളുടെ നവീകരണമാണ് ഷൊർണൂർ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന നടപ്പിലാക്കുന്നത്. സാങ്കേതിക നടപടികൾക്ക് ശേഷം ഇവ പൂർത്തിയാക്കുന്നതോടുകൂടി വലിയൊരു മാറ്റമാകും ഷൊർണൂർ മണ്ഡലത്തിൽ ഉണ്ടാകുക.